ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ. നമ്മുടെ പൂപ്പിയുടെ വികൃതി കാണണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. നേരെ റോഡിലോട്ട് ഇറങ്ങി പോകാൻ നോക്കുന്നതാ നമ്മുടെ മിന്നു അതിൻ്റെ പിറകെ എന്ന്. പാവം കേട്ടോ, നമ്മുടെ പോപ്പിയെ കണ്ട ആളെ കൊണ്ട് വല്ല ഉപദ്രവമുണ്ടോ? മിണ്ടാതെ കിടക്കുന്നത് കണ്ടോ? ഈ പോപ്പിയെ കണ്ട് പഠിച്ചാൽ എന്താ നമ്മുടെ പൂപ്പിക്ക്? അത് പറ്റത്തില്ല. അവനെ എപ്പോഴും കറങ്ങിക്കൊണ്ട് നടക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞ് ക്ഷേത്രത്തിൽ പോവാമെന്ന്. ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അപ്പോഴെന്തോ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, പോവാമെന്ന് പറഞ്ഞു, ഒരുങ്ങാൻ പറഞ്ഞു. 7:30 പോവാമെന്ന് പറഞ്ഞതാ. 9:30 ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ പോയത്. അതിൻ്റെ കലിപ്പ് നല്ലോണം ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുങ്ങി ഒരു ഷോ കാണിക്കാമെന്നും പറഞ്ഞെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സാണ് എടുത്തിട്ടത്. അങ്ങനെ നേരെ ആദ്യം പോയി തന്നെ എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടല്ല, എന്താ പറയുക, കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴതിന് നേരെ പോയി ആവി എടുക്കാൻ വേണ്ടി പോയി. അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അതിൻ്റെയൊക്കെ ആയിട്ടുള്ള എല്ലാ സ്റ്റാർട്ടിങ് പ്രോബ്ലവും വീഡിയോയുടെ ക്വാളിറ്റിയും എല്ലാത്തിനും വിഷയമുണ്ട്. എന്നാലും ഒരു രസം. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ അവനും ആവി എടുത്തിട്ട് നമ്മൾ നേരെ കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ലൈറ്റ് കുറവായിരുന്നു, ലൈറ്റ് വെട്ടം. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കട അടയ്ക്കാറാകുമ്പോൾ കയറി ചെന്നാൽ അവരെന്തോന്ന് തരാനാണ്. അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മളിതാ ക്ഷേത്രത്തിലെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ അവിടെ വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടും. പിന്നെ 10 മണി കഴിഞ്ഞു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. 10 എന്ന് പറയുമ്പോൾ 10:30 അടുപ്പിച്ചാവും തോന്നണം ഞങ്ങൾ ഈ പാർക്കിലോട്ട് കയറിയപ്പോൾ. എന്തായാലും തിരക്കൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. സ്വസ്ഥമായിട്ട് നിന്ന് പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയി. ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം എന്താ പറയുക, നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഫോണൊക്കെ എടുത്തങ്ങ് മാറ്റി വെച്ചു. ഞാനും അതിൻ്റേതായിട്ടുള്ള അങ്ങ് രീതിയിലോട്ട് പോയി. പിന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം ഇത് കണ്ടിട്ട് പറയും എൻ്റെ വോയിസ് ഒട്ടും കൊള്ളത്തില്ലെന്ന്. എന്നാലും ഞാനങ്ങനെ വോയിസ് മാത്രമല്ല കേട്ടോ, അല്ലാതെ എൻ്റെ വീഡിയോ എടുപ്പും കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ തുടക്കക്കാരിയില്ലേ, പയ്യെന്നല്ലേ ശരിയാവൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും കുറച്ചുകൂടി കഴിയുമ്പോൾ ബെറ്ററാവും. ഒരാത്മവിശ്വാസമുണ്ട്. വേണമല്ലോ ഇത്, എന്നാലല്ലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ. സത്യം പറയാമല്ല, ഇവ ഇങ്ങനെ വണ്ടി തുഴയുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ആ സമയത്ത് എന്തോന്നാണ് ഉണ്ടായിരുന്നത്, വണ്ടർലായോ വീഹർലാൻഡോ അങ്ങനെ എന്തോ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. ഇതിലൊക്കെ കയറണം, വെള്ളത്തിൽ കളിക്കണം, ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെ നടന്നിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ പോകണം എനിക്കും ഹാപ്പി ലാൻഡ്. അവിടെ വലിയവർക്കും ചെറിയവർക്കും ഉള്ള എല്ലാം ഉണ്ടല്ലോ. ഒരു സ്വപ്നമാണ്, നടക്കുമെന്ന് വിശ്വസിക്കുന്നു.